എന്താ ഇവിടെ? ഹോസ്പിറ്റലിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല. മനസ്സിലായി. എനിക്ക് രോഗികളെ ചികിത്സിക്കാൻ അറിയില്ലെന്ന് തനിക്കൊരു ധാരണയുണ്ട് അല്ലേ? എന്നില്ല. ഞാൻ ഷോക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുവരാൻ പറഞ്ഞ രോഗിയെ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അതൊരു പഴയ കഥയാണ്. മേലേപ്പാട്ട് തറവാട്ടിലെ ബാല്യക്കാരി അമ്മുവിന്റെ മകൻ ഉണ്ണി ഡോക്ടർ ഉണ്ണികൃഷ്ണനായ കഥ. അന്നെനിക്ക് ഒരു ഡോക്ടറാകാനുള്ള പണം കൈനീട്ടി തന്നത് ഈ രോഗിയാണ്, എന്റെ വിരു. ജന്മിയുടെ മകനല്ലായിരുന്നു അവൻ. എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു, കൊച്ചനിയനായിരുന്നു. ഞാൻ അവന് ഉണ്ണിയേട്ടനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയേട്ടാന്നുള്ള വിളി കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഐ എം സോറി ഡോക്ടർ. എന്തിനാ ഇവിടെ ഈ മൈക്ക് കെട്ടി വെച്ചിരിക്കുന്നത്? അത് അനൗൺസ് ചെയ്യാൻ. ഇവിടെ പാട്ട് വയ്ക്കണം. യെസ്, ദാറ്റ് ഈസ് എ വെരി ഗുഡ് സജഷൻ. 12 പേരുള്ള ഈ വാർഡിൽ 1 or 2 പേരുടെ ഇഷ്ടം നോക്കി പാട്ടും കൂത്തൊന്നും വെക്കാൻ പറ്റില്ല. സിസ്റ്റർ അമ്മ ഇതിന്റെ അകത്തൊരു ടേപ്പ് റെക്കോർഡറോ റേഡിയോ വെച്ച് നോക്കണം. അപ്പ അറിയാം സംഗീതത്തിന്റെ വില, അല്ലേ സ്വാമി? സംഗീതം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യങ്ങളുടെ ഉത്കൃഷ്ടമായ ഉൾപ്പുളങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. We want music. എല്ലാരും ഒന്ന് കൈ നോക്കിയേ. മതിയോ? 4 കൈയല്ലേ ആയുള്ളൂ. മിനിമം 7 കൈയെങ്കിലും വേണം. ഇപ്പൊ തികഞ്ഞില്ലേ? We want music. അത് പറ്റില്ല. ഒരാള് 1 കൈയെ പൊക്കാൻ പാടുള്ളൂ. മെജോറിറ്റി കിട്ടണമെങ്കിൽ ഇനിയും 3 കൈ കൂടി വേണം. ഓക്കെ, നമുക്ക് മ്യൂസിക് വേണ്ടേ? സംഗീതം നമുക്ക് മ്യൂസിക് വേണ്ടേ? പാട്ട് കൈയൊന്ന് പൊക്കി പിടിച്ച് ഇച്ചിരി നേരം പൊക്കി പിടിക്കേ, ഇച്ചിരി നേരം പൊക്കി പിടിക്കേ. നിനക്കൊക്കെ മെഴുകുതിരിയും മണ്ണെണ്ണകളൊക്കെ മാറ്റാൻ ഞാൻ വേണം. എനിക്കൊരാവശ്യം വന്നപ്പോ എന്നെ സഹായിക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ ഈ പ്രാന്തന്മാരെന്ന് പറയുന്നത് നന്നേട്ടന്മാരാ. ജോണിയുടെ വണ്ടിയിലെ നമുക്ക് സ്റ്റീരിയോ വെച്ച് പാട്ട് കേൾക്കണ്ടേ? കൈവക്ക്, കൈവക്ക്, പൊക്ക് പൊക്ക് പൊക്ക്. ഇനി എത്ര വേണം? 2. 2 ഉള്ളൂ. 2 2. ഒന്ന് കൈവക്ക്, ഒന്ന് പൊക്ക്. സ്വാമി, സ്വാമി ഒന്ന് കൈപോക്ക് സ്വാമി. സ്വാമി ഒന്ന് പൊക്ക് സ്വാമി. താങ്കളെ പറഞ്ഞ സംഗീതം തേങ്ങയാണ്, മാങ്ങയാണ്, അന്താരാഷ്ട്ര പ്രശ്നമാണെന്നല്ല. സ്വാമി ഒന്ന് കൈപോക്ക് സ്വാമി. ആർക്കും നഷ്ടമല്ലാത്ത രൂപല്ലേ? ഇനിട്ടോ ഒന്നല്ലേ? യെസ്. ഒന്നല്ലേ? പ്ലീസ് ആരെങ്കിലും ഒന്ന് കൈവെക്കോ? ആരെങ്കിലും ഒന്ന് കൈവെക്കോ പ്ലീസ്? ആർക്കും ചെയ്തല്ലാത്ത രൂപല്ലേ? ഒരേ ഒരു നിമിഷം, വെറുതെ ഇരിക്കുന്ന കൈയല്ലേ? ഒന്ന് പൊക്കിയാലൊന്നും നഷ്ടപ്പെടണം. പ്ലീസ് പ്ലീസ്. മീറ്റിംഗ് കഴിയാറാവുന്നു. 1 minute പ്ലീസ്. ചക്കര മുട്ടയല്ലേ, പഞ്ചാര മുട്ടയല്ലേ? ഒന്ന് കൈവക്ക്. പാട്ട് കേൾക്കാനാ. കൈവക്ക്, 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 കൈവക്ക്. 1 minute, just 1 minute sister, sister 1 minute. ആരെങ്കിലും ഒന്ന് കൈവക്കോ? ആരെങ്കിലും ഒന്ന് കൈവക്കോ? ആരെങ്കിലും ഒന്ന് കൈവക്കാൻ? ആ പൊക്ക. 7 പേരായി. We want music. We want music. Sorry, meeting is over. We want music. Sister, we want music. Sister, we want music. Sister, we want music. ഇതാ 34 കൊടുക്ക. We want music. Bastards, all bastards. അമ്പാടി കൂടം വന്നീടും നമ്പാടി കൂടം വന്നീടും
അമ്പാടി കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ അകലെ ചേലോലും നിറപറകൾ ഉയരും മംഗല്യ മധുമൊഴികൾ അകലെ ചേലോലും നിറപറകൾ ഉയരും മംഗല്യ മധുമൊഴികൾ അഴകിൻ താലത്തിൽ നെയ്ത്തിരികൾ മധുരം ചാലിക്കും മംഗളങ്ങൾ തുടരും തകിൽ നീളം തുടരും തകിൽ നീളം കളഭം ചാത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ ഇവിടെ സംഗീതമനുവദിക്കൂ മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ ഗമപ ഗമപ ഗമപദനിതപ ഗമപദനിതനിതപദപമപ ഇവിടെ സംഗീതമനുവദിക്കൂ മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ സദയം സസ്നേഹം പരിഗണിക്കൂ വ്യഥകൾ വൈകാതെ പരിഹരിക്കൂ കിളിതൻ അവകാശം കിളിതന്നവകാശം കളഭം ചാത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ ഏയ് തലയുറഞ്ഞു നോ സാവിത്രി ഞാൻ ഇനി എന്ത് ഈശ്വര ഇന്ന് ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ എന്റെ ഹയർ സ്റ്റഡീസും ട്രിപ്പും എല്ലാം തീർന്നു ഇഡിയറ്റ് ഞാൻ വേറെ വളം വാങ്ങിച്ചു കൊടുക്കാം ബിനു വാർഡിലേക്ക് പൊക്കോളൂ എന്നെ അടിച്ചുവിടാം സാരമില്ല സാരമില്ല പോട്ടെ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി അതല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് എവിടുന്ന ഇംഗ്ലണ്ടിൽ പോകാൻ മോഹം വന്നത് പഠിത്തം മടുത്തു ഇനി പ്രാക്ടീസ് മാത്രം മതി എന്ന് പറഞ്ഞ ആളല്ലേ എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ
കുറച്ച് ദിവസമായി ഞാൻ സാവിത്രി കുട്ടിയോട് ചിലതൊക്കെ ചോദിക്കണമെന്നും പറയണമെന്നും വിചാരിക്കണം. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങാം. എനിക്കെല്ലാം അറിയാം. ഒരമ്മയെപ്പോലെ നീ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത സുഭദ്ര കുഞ്ഞമ്മ ഒരപരിചിതയെ പോലെ ഇറങ്ങിപ്പോയപ്പോ നീ ആകെ അപ്സെറ്റായി. അവരുടെ നമ്പറായിരുന്ന 36 പോലും നീ വെറുത്തു. പിന്നീട് അതേ നമ്പർ വിനുവിനായപ്പോ അവനോട് നിനക്ക് വൈരാഗ്യമായി. ആ പാവം എന്തു പഴിച്ചു. എന്റെ കൈകളിൽ കിടന്ന് വളർന്ന കുട്ടിയാണവൻ. പിരിഞ്ഞപ്പോ പിന്നീടൊരിക്കൽ അവനെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സാവിത്രിക്കറിയാലോ, പ്രത്യേകിച്ച് യാതൊരു ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലാത്ത ഒരുത്തനാണ് നിന്റെ ഉണ്ണിയെങ്കിൽ. പക്ഷെ ഇപ്പോ ഒരാഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. എന്റെ വിനു ഈ ആശുപത്രിയിൽ നിന്ന് ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് കാണണമെന്ന്. ഇതൊരു റിക്വസ്റ്റാണ്. ഉണ്ണിയങ്കൾ പറയുന്നത് കുട്ടി, മരുന്നും മന്ത്രവും കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് മാനസിക രോഗം ചികിത്സിക്കേണ്ടത്. സാവിത്രി കുട്ടിക്ക് ഇക്കാര്യത്തിൽ നിന്ന് സഹായിക്കാൻ കഴിയും. ഇത് അവന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു ഡയറിയാണ്. ആദ്യം സാവിത്രി കുട്ടി ഒന്ന് വായിക്കണം, എന്നിട്ട് സ്വയം തീരുമാനിക്കുക. അങ്ങനെ സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ പിള്ളേര് തമ്മി തല്ലി. കൊലപാതകം വരെ നടക്കുമെന്ന് എനിക്ക് ബോധ്യമായപ്പോ ഞാനങ്ങ് ഭ്രാന്ത് അഭിനയിച്ചു. ഞാൻ എഴുതി കൊടുത്താലല്ലേ അവന്മാരെ അനുഭവിക്കൂ. എന്റെ പിള്ളേര് എന്റെ കൺ മുമ്പിൽ വെച്ച് തമ്മി തല്ലിച്ചാകുന്നത് ഞാൻ കാണണ്ടല്ലോ. തിരിഞ്ഞിരിട. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. എന്റെ ഒരു കൊച്ചു പോലുണ്ട്, ചിണ്ടൻ. അച്ഛനും അമ്മയും വിമാനാപകടത്തിൽ മരിച്ചുപോയി. ഇപ്പൊ അവൻ ബോർഡിംഗ് സ്കൂളില്ല. നാളെ അവന്റെ 8ാമത്തെ പിറന്നാളാണ്. എല്ലാ പിറന്നാളിനും ഞാൻ അവനൊരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തേക്കും. അപ്പൂപ്പന്റെ ഉടുപ്പ് കാത്ത് അവനിരിക്കും. അപ്പൂപ്പൻ കരയണ്ട. ചിണ്ടൻ ഒരു ഉടുപ്പ് വാങ്ങിച്ചയച്ചാ പോരെ? അപ്പൂപ്പനെ അവന്റെ അഡ്രസ് എനിക്ക് തന്നാ മതി. ഒരു ഉടുപ്പ് വാങ്ങി പാഴ്സൽ അയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത്. നേരത്തിനും കാലത്തിനും ഒക്കെ തിരിച്ചു വരണം. വഴിയിലെങ്കിൽ വായി നോക്കി വെക്കല്ലേ. മിണ്ടാതെ എന്റെ കട്ടിൽ പോയി മൂടി പോയിച്ച് കടാ. ആ പട്ടാളം എങ്ങാനും കണ്ട. പട്ടാളം വർമ്മ വർമ്മ, നിന്റെയും എന്റെയും ജീവിതം കട്ടപ്പോക. കിടക്കുന്ന കണ്ടില്ലേ മൊട്ട. ഇയാടെ ഗതിയിലാവും ജീവിച്ചിരിക്കുന്ന ശവം. ഇയാളെന്താ സംസാരിക്കാത്ത ഊമയാണോ? അല്ല, ആക്കിയതാ. എന്തിന്? ഇവിടെ കിടന്ന് വിളച്ചിൽ കാണിച്ചതിന്. അറ്റ കൈക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇതുവഴി ഒരു ഉണ്ട കയറ്റി തലച്ചോറിനകത്തിട്ട് ഒരു കറക്കം. ചോറും പരിപ്പും അവിയലും സാമ്പാറും എല്ലാം കൂടെ പുളിശ്ശേരി പരുവത്തിലാവും. പിന്നെ ആട്ടവും ഇല്ല, അനക്കവും ഇല്ല. ചാവണത് വരെ ഇങ്ങനെ കിടക്കും. ആ, കോമ എന്നോ കുത്തെന്നോ ഒക്കെയാ ഡോക്ടർ ഇതിന് പറയുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോണം. അല്ലെങ്കിൽ നീ കോമയിലും ആയി പോവും, എന്റെ സർവീസ് ഫുൾ സ്റ്റാപ്പിലും ആയി പോവും. അയ്യോ, അടിക്കല്ലേ അടിക്കല്ലേ, കണ്ണാടി പൊട്ടിപ്പോവും. പോയിട്ട് വാ. കഷ്ടം. അവൻ എവിടെ പോയി തൊലഞ്ഞു? അയ്യോ, ചുമ്മാ ഇരിക്കടാ. എണിക്ക്, മരുന്ന് കുടിക്കണം. ഇനോ എണിക്കാൻ, മരുന്ന് കുടിക്കണമെന്നേ. എണിക്ക്, എണിക്കാൻ പറഞ്ഞില്ലേ, മരുന്ന് കുടിക്കണം. എണിക്ക്,
പിന്നോടെ എഴുന്നേക്കാൻ അവന്റെ ഒരു പുതപ്പ് നീയോ? Put him in the cell. നാളെ മുതൽ താൻ ഇവിടെ വരണമെന്നില്ല. യു ആർ ഡിസ്മിസ്ഡ്. അപ്പൂപ്പ ഞാൻ അയച്ചു. അപ്പൂപ്പ ഞാൻ മറ്റേ വാങ്ങി അയച്ചിട്ടുണ്ട്. അനീത, ആദ്യമായി കണ്ടത് ഒരു വസന്തത്തിലാണോ എന്നോർമ്മയില്ല. അവളുടെ കയ്യിൽ കുറെ സ്നേഹപ്പൂക്കളുണ്ടായിരുന്നു. ആദ്യമായി കണ്ടത് എന്റെ മനസ്സിന്റെ പൂമുഖത്താണോ എന്നോർമ്മയില്ല. അവളുടെ കയ്യിൽ ഒരു നിലവിളക്കുണ്ടായിരുന്നു. ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നക്ഷത്രങ്ങൾ താലപ്പൊലി എടുത്തിരുന്നു. കാറ്റ് ഒരു ഗീതം മൂളിയിരുന്നു. എന്റെ മനസ്സുപോലെ ആഷാഢത്തിലെ സന്ധ്യയും തൊടുത്തിരുന്നു. നാണം കൊണ്ടോ അതോ ഡാടാ, വെറുതെ റൊമാൻറ്റിക്കായി കാട് കയറാതെ നേരിട്ട് അവളെ കണ്ട് കാര്യം പറഞ്ഞ് വളച്ച് കീശലാക്ക്. അല്ലെങ്കിൽ നല്ല ആമ്പിള്ളേരെ കെട്ടിക്കൊണ്ടു പോകുമ്പോ താടിയും വളർത്തി വെള്ളം അടിച്ച് പാട്ടും പാടി ദേവദാസായി നടക്കേണ്ടി വരും. അയ്യാ, Thank you.